ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് വിങ്കാറോസ്. പേടിക്കണ്ട, നമ്മുടെ അതേ നിത്യകല്യാണി അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ശവനാറി എന്നൊക്കെ പറയുന്ന അതേ ഫ്ലവർ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഈ വിങ്കാറോസ് അല്ലെങ്കിൽ നിത്യകല്യാണിയുടെ ഒക്കെ ഫ്ലവർ എന്ന് പറയുന്നത് ശരിക്കും ബോൾസിൻ്റെ അതേ ഫീലാണ് വരുന്നത്. അതായത് ചൈനീസ് ഡബിൾ പെറ്റലുള്ള അതേ ബോൾസ് പോലെ തന്നെ. എന്നാൽ ബോൾസിൻ്റെതായ യാതൊരുവിധ കെയറിങ്ങോ ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൻ്റെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 300 ദിവസവും ഫ്ലവർ തരുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഇപ്പോൾ ഹൈബ്രിഡൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ആരാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയണ്ടേ. ഇതേ നമ്മുടെ സിനിഷച്ചൻ തന്നെയാണ്. അച്ഛാ, എങ്ങനെയാണിത്, ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ്? ഇതിന് മറ്റ് ബോൾസ് പോലെ അല്ലെങ്കിൽ കോയിൻ സെറ്റ് പോലെ അത്രയും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ നമ്മൾ ഒരു ചെടി പരിപാലിക്കുന്ന പോലെ മതി. അത്യാവശ്യം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നനയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം മാത്രം. പിന്നെ ഇതിന് പൂക്കളിപ്പോൾ ഇച്ചിരി കുറവാണ്. സാധാരണ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നല്ല ഫ്ലവർ ഉണ്ട്. ഇപ്പൊ ഈ ഒരൊറ്റ കളർ ഫാദറെടുത്തുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു 4-5 കളറുണ്ട്. 5 കളറുണ്ട്. ഓ, 5 കളറുണ്ട്. അതായത് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ആ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം കുറേ കളേഴ്സ് ഉണ്ട്. നമ്മളെ ബോൾസിന്റെ ഒപ്പം വെച്ചോണ്ട് ബോൾസ് ആണോ അതെ നമ്മുടെ നിത്യകല്യാണമൊന്നോ ആണോ എന്നറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. അപ്പോൾ എന്തായാലും ഇത് ചെടി ചെയ്യുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ബോൾസ് ഒന്നും ചെയ്യുന്ന അത്ര റിസ്ക് ഇല്ല. പിന്നെ ചൂടുള്ള മേഖലകളിലും ഉണ്ടാവും എന്നുള്ള വെയിൽ എത്ര കണ്ടാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ബോൾസിന്റെ ഏറ്റവും വലിയ ഡിഫോൾട്ട് എന്ന് പറയുന്നത് തണുപ്പുള്ള മേഖലകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വയനാട്, ഊട്ടി, മൂന്നാർ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അത്യാവശ്യം ചൂടുള്ള മേഖലയിലും ഫ്ലവർ ബ്ലൂം ചെയ്യും. തീർച്ചയായിട്ടും ബ്ലൂം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ഓക്കെ, ബൈ.